കാലിക്കറ്റ് പാലാഴി പെൻഡൈൽ വില്ലാസിൻ്റെ ഒരു വില്ല പ്രൊജക്റ്റിലാണ് അതിനുള്ളത്. ഫ്ലൈ ഹിന്ദ് ടൂർസ് ആൻഡ് ട്രാവൽസിൻ്റെ MD ആയ മിസ്റ്റർ ഷമീം സാറിൻ്റെ വില്ല പ്രൊജക്റ്റാണ്. ഇതൊരു 5 ബെഡ്റൂം അടങ്ങിയ ഒരു നല്ല ഭംഗിയായിട്ടുള്ള ഒരു വില്ലയാണ്. ഇത് ഷമീം സാറിൻ്റെയും ഫാമിലിൻ്റെയും കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു റിക്വയർമെൻറ്റ്സ് ഞങ്ങൾ മനസ്സിലാക്കി ശേഷം സാറിൻ്റെ മക്കളുടെയും വൈഫിൻ്റെയും കംപ്ലീറ്റ് ആയിട്ടുള്ള റിക്വയർമെൻറ്റ്സ് കളക്ട് ചെയ്തിട്ട് ശേഷം ഫുള്ളി കസ്റ്റമൈസ്ഡ് ആയിട്ടാണ് ഞങ്ങൾ ഈ വില്ലാസ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. എൻ്റെ പേര് ഷമീം എന്നാണ്, അഹമ്മദ് ഷമീം. ഞാനിപ്പോൾ പുതിയതായി താമസം തുടങ്ങിയത് ഹൈലൈറ്റിൻ്റെ സ്പ്രിംഗ്ഡെയിൽ വില്ലയിൽ 40-ാം നമ്പർ വില്ലയിലാണ്. പാലാഴിയാണ് സ്ഥിതി ചെയ്യുന്നത്. ഫ്ലൈ ഹിന്ദ് ടൂർസ് ആൻഡ് ട്രാവൽസിൻ്റെ മാനേജിങ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്നു. എൻ്റെ ഫാമിലിയാണ്, ബാക്കി 2 പേര് പുറത്താണുള്ളത്. ടോട്ടലി 5 ബെഡ്റൂമുള്ള 3400 സ്ക്വയർ ഫീറ്റുള്ള ഒരു വീടാണ്. പക്ഷേ ഇത് വളരെ ഭംഗിയായിട്ട് സാൽവിൻസ് ഗ്രൂപ്പ് വയനാട് വളരെ നല്ല രീതിയിൽ ഇൻറ്റീരിയർ ചെയ്തു തന്നു. അവർക്ക് എൻ്റെയും എൻ്റെ ഫാമിലിയുടെയും വക നന്ദി രേഖപ്പെടുത്തുന്നു. സാൽവിൻസിനോട് നമ്മൾ പറഞ്ഞത് കംപ്ലീറ്റ് നമ്മൾ ഒരു ഫുൾ സൊല്യൂഷനായിട്ടാണ് നമ്മൾ അവരോട് ഡിസ്കസ് ചെയ്തത്. അതുപ്രകാരം അവർ തന്നെയാണ് ഡോറ് ഫിനിഷ് ചെയ്ത് തന്നത്. നല്ല രീതിയിൽ ഉടൻ ടച്ചിൽ കറക്റ്റായിട്ട് അതിൻ്റെ കോമ്പിനേഷനൊക്കെ കറക്റ്റ് ചെയ്ത് തന്നു. റൂംസ് എല്ലാം വ്യത്യസ്ത രീതിയിൽ ബെഡ്റൂംസ് എല്ലാം അവർ പാനൽ ചെയ്ത് തന്നു. അതിൻ്റെ കംപ്ലീറ്റ് വർക്ക് അവർ വളരെ നല്ല രീതിയിൽ പ്രൊഫഷണലായിട്ടും സിസ്റ്റമാറ്റിക്കായിട്ടും തന്നു. ശേഷം ഡൈനിങ് വന്നിരിക്കുന്നു. നമുക്ക് വാഷ് യൂണിറ്റ് ഉണ്ട്, ക്രോക്കറി യൂണിറ്റ് ഉണ്ട്. പുറത്തേക്ക് വിസിബിലിറ്റി കിട്ടുന്ന രീതിയിൽ ഒരു കർട്ടനാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ കർട്ടൻ്റെ മുകളിൽ കർട്ടൻ്റെ ഫിറ്റിങ്സ് ഒന്നും കാണാതിരിക്കാൻ വേണ്ടി നമ്മളൊരു കർട്ടൻ കോവ് ചെയ്തിട്ടുണ്ട്. ആ കർട്ടൻ കോവും ഈ ക്രോക്കറിയും ഈ വാഷ് യൂണിറ്റ് എല്ലാം കൂടെ അറ്റാച്ച് ചെയ്തിട്ടൊരു സെൻറ്ററിലാണ് ഒരു ഡൈനിങ് വന്നിരിക്കുന്നത്. ആ ഒരു കോമ്പിനേഷൻ ഞങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. ഇതെല്ലാം ഷമീം സാറിൻ്റെയും ഫാമിലിയുടെയും ഒരു താല്പര്യം അനുസരിച്ച് അല്ലെങ്കിൽ ആ ഒരു ഏരിയയുടെ ഒരു ഡിസൈൻ അനുസരിച്ച് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. പിന്നെ എടുത്തു പറയേണ്ടത് ഇതിൽ കളർ കോമ്പിനേഷനാണ്. മിക്കൻ മക്കൾക്കും അവർക്ക് എല്ലാവർക്കും ഡിഫറെൻ്റ് ആയിട്ടുള്ള കളർ തീമിനോട് താല്പര്യം. അപ്പോൾ ഒരു വീട് പൊതുവേ ചെയ്യുമ്പോൾ നമുക്ക് കളർ കോമ്പിനേഷൻ അധികം നമ്പർ ഓഫ് കളേഴ്സിലേക്ക് പോകാണ്ട് ഏതെങ്കിലും 1-2 കളേഴ്സിൽ ഫിനിഷ് ചെയ്യുന്നതാണ് എപ്പോഴും കാഴ്ചയ്ക്ക് ഭംഗി, അല്ലെങ്കിൽ ആ വീടിൻ്റെ ഒരു ഭംഗി. ആ ഒരു കാര്യത്തിൽ ഞങ്ങൾക്ക് ഭയങ്കര ഡിഫിക്കൽറ്റി ആയിരുന്നു ഇവരെ ഒന്ന് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഇത് കൊണ്ടുവരുന്നുള്ളൂ. പക്ഷേ വളരെ ഈസി ആയിരുന്നു. ഇവിടെ കളർ കോമ്പിനേഷൻ ഓൾമോസ്റ്റ് സെയിം ആണെങ്കിൽ തന്നെ ഞങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ പറ്റി. ഡിസൈൻ കൂടെ നമ്മുടെ ആ ഒരു സെലക്ഷൻസൊക്കെ അവർക്ക് ഓക്കെ ആയിരുന്നു. ഈ ഡൈനിങ്ങിനോട് ചേർന്ന് ടി വി കൊണ്ടും അതുപോലെ ഫാമിലി ലിവിങ് കൂടെ ഒന്നിച്ച് ചെയ്തിരിക്കുന്നു. ഈ ഫാമിലി ലിവിങ്ങിൻ്റെ അടുത്ത് തന്നെയാണ് വാഷ് യൂണിറ്റും ഒരു ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറുണ്ട്. അതിൻ്റെ അടുത്തോട്ട് തന്നെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറും കിച്ചണും എല്ലാം ഈ ഫാമിലി ലിവിങ്ങും അവിടെ അറ്റാച്ച്ഡ് ആയിട്ടാണ്. അപ്പോൾ അതിലൊരു പില്ലർ, സെൻട്രലൊരു പില്ലർ, ഇതിൻ്റെ കൺസ്ട്രക്ഷൻ്റെ ഒരു ഏരിയ സമയത്ത് സെൻട്രലൊരു വലിയൊരു പില്ലർ അവിടെ വന്നു. അപ്പോൾ അതിനെങ്ങനെ കവർ ചെയ്യാന്നുള്ളത് സാറെ കൂടി ചോദിച്ചപ്പോൾ ഞങ്ങൾ ഇതിനൊരു സജഷൻ കൊടുത്തു. അപ്പോൾ അതവർക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ അതിനൊരു മിനി ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറോട് കൂടി തന്നെ ചെറിയൊരു മിനി വാഷ് യൂണിറ്റും കൂടെ കൊടുത്തു. കിച്ചൻ്റെ വർക്ക് നല്ല അടിപൊളിയായിട്ടാണ് ചെയ്തിട്ടുള്ളത്. നല്ല സൗകര്യമുണ്ട് ഉപയോഗിക്കാൻ, ഏരിയ നല്ലോണം കിട്ടുന്നുണ്ട്. പിന്നെ നല്ല കളർ കോമ്പിനേഷനും നമ്മൾ ഒരു കിച്ചണ് യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പം ഇതന്നെ നല്ല യൂസ്ഫുൾ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. എല്ലാം ഇവിടെ നിന്ന് തന്നെയാണ് ചെയ്യുന്നത്. കിച്ചൻ്റെ എല്ലാ വർക്കുകളും എല്ലാം കൊണ്ടും ഇഷ്ടമായതാണ്. പിന്നെ ഇതിൻ്റെ നമുക്കൊരു ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റിംഗ് ആണ്. എല്ലാ ഇൻറ്റീരിയേഴ്സിനും പൊതുവെ ഒരു ടാസ്ക് ലൈറ്റിംഗ് ആയിരിക്കും. അതായത് നമ്മൾ ഈ ഡിസൈൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ എവിടെയൊക്കെ ലൈറ്റ് പോയിൻറ്റ്സ് വേണം, ലൈറ്റ് എവിടെയൊക്കെ ഏതൊക്കെ രീതിയിൽ ലൈറ്റ്സ് വേണം എന്നുള്ളൊരു പ്ലാൻ നേരത്തെ ഉണ്ടാവണം. അപ്പോൾ ഷമീം സാറിനും ഫാമിലിക്കും ലൈറ്റ്സ് നന്നായിട്ട് വേണം എന്നുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു. അത് ഞങ്ങൾ നേരത്തെ ഷെയർ ചെയ്തുകൊണ്ട് ഞങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് വേണ്ടത്ര ലൈറ്റ്സ് കൊടുക്കാൻ പറ്റും. ഞങ്ങൾക്ക് 3 പേർക്കും വേറെ വേറെ ഇൻട്രസ്റ്റ് ആണ്. സോ അതിനനുസരിച്ചാണ് റൂം 3 സെറ്റാക്കിയിട്ടുള്ളത്. വേറെ വേറെ കളേഴ്സ് അങ്ങനെയൊക്കെ ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള രീതിയിൽ 3 ടൈപ്പായിട്ട് തന്നെയുള്ള 3 റൂമുള്ളത്. എൻ്റെ മൂത്ത താത്തക്ക് ലൈക്ക് റീഡിങ്ങിലൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. സോ അതിനായിട്ടൊരു ബുക്ക് ഷെൽഫ് അങ്ങനെയൊക്കെയുള്ള രീതിയിലും, മറ്റേ താത്ത MBBSന് പഠിക്കുകയാണ്. അപ്പോൾ നല്ലൊരു സ്റ്റഡി ടേബിൾ, അവർക്ക് ഇഷ്ടമുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള രീതിയിൽ തന്നെ റൂം സെറ്റ് ചെയ്തിട്ടുള്ളത്. താഴെ തന്നെ 2 ബെഡ്റൂമുണ്ട്. മാസ്റ്റർ ബെഡ്റൂം എന്ന് പറയാം. ആ മാസ്റ്റർ ബെഡ്റൂമിൽ നമ്മൾ ബേവിൻ്റെ അടക്കമുള്ള ഒരു വാർഡ്രോബാണ് ചെയ്തിരിക്കുന്നത്. അതായത്
വിൻഡോയുടെ ലെഫ്റ്റിലും റൈറ്റിലും വാർഡ്രോബ്, സെൻറ്ററിൽ നമുക്ക് ഇരിക്കാനുള്ള ഒരു സീറ്റിംഗ് സോഫ സെറ്റായിട്ട് ഒരു ഏരിയ ചെയ്തിട്ടുണ്ട്, ബെഡ്റൂം ആയിട്ട് ചെയ്തിട്ടുണ്ട്. അതും ആ റൂമിൻ്റെ സ്പേസ് ഒട്ടും പോകാത്ത രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റി. പാനലിങ് വർക്കുകൾ, ഡോറ്, മെയിൻ ഡോർ, അങ്ങനത്തെ ഡ്യൂറബിലിറ്റി ഉള്ള മെറ്റീരിയൽസ് വേണമെന്നുള്ളത് നിർബന്ധമായിരുന്നു. അപ്പം അവിടെയൊക്കെ ഞങ്ങൾ ഈ BWP മറൈൻ പ്ലൈവുഡ് നമ്മൾ കംപ്ലീറ്റ് എല്ലാ ഏരിയയിലും ആ ഒരു BWP മറൈൻ പ്ലൈവുഡാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മൾ സ്റ്റാൻഡേർഡായിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്ലൈവുഡ് അത് തന്നെയാണ്. വീടിൻ്റെ കംപ്ലീറ്റ് സീലിംഗ് ഫാൾ സീലിംഗ്, ജിപ്സം സീലിംഗ്, വിനീർ, പ്ലൈവുഡ് വിത്ത് വിനീർ കോമ്പിനേഷനാണ്. അത് പല സ്റ്റേജിലായിട്ടാണ് അത് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് ആദ്യമേ ജിപ്സം ഡിസൈൻസ് ഉണ്ടാക്കിയിട്ട് ആ ജിപ്സത്തിൻ്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്ത ശേഷം അതിൽ വിനീറിൻ്റെ പ്ലൈവുഡ് അപ്ലൈ ചെയ്തതിന് ശേഷമാണ് ആ ഡിസൈൻസ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ അകത്ത് പ്രൊഫൈൽ ലൈറ്റ്സും കോവ് ലൈറ്റ്സും മറ്റും ആഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ സാലു ജോസ്, നമ്മുടെ കമ്പനിയുടെ പേര് സാൽവിൻസ് ഇൻറ്റീരിയേഴ്സ്. ഞങ്ങളുടെ ബ്രാഞ്ചസ് അഥവാ സെയിൽസ് പോയിൻറ്റ്സ് കൊച്ചിൻ, കാലിക്കറ്റ്, വയനാട്, മൈസൂർ, ഈ 4 സ്ഥലങ്ങളിലാണുള്ളത്. ഇതിൽ ഫാക്ടറി വന്നിട്ട് വയനാട്ടിലാണ്, കൽപ്പറ്റ. ഫുള്ളി ഓട്ടോമാറ്റിക് ഇമ്പോർട്ടഡ് മെഷീൻസ് ഉപയോഗിച്ചിട്ടുള്ള ഫാക്ടറിയിൽ ഡെവലപ്പ് ചെയ്ത പ്രൊഡക്ട്സൊക്കെയാണ് ഉപയോഗിക്കുന്നത്. ഇതിൽ ഹാൻഡ് വർക്കുകൾ വളരെ കുറവാണ്. ഒരു 5% പോലും ഹാൻഡ് വർക്ക് ഞങ്ങൾക്ക് വരുന്നില്ല. ഓൾ ഓവർ കേരള, അതുപോലെ മൈസൂർ ഭാഗങ്ങളിലേക്കൊക്കെ ഞങ്ങളെല്ലാ മെറ്റീരിയൽസും ഫുള്ളി കസ്റ്റമൈസ്ഡ് ആയിട്ട് മേക്ക് ചെയ്തിട്ട് അവിടുന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണ് ചെയ്യുക.